സോമശേഖരൻ സാറല്ലേ? കിടക്കുക. ഒന്ന് വിളിക്കാവോ? ചെറിയൊരു പണത്തിന്റെ ഇടപാടാ. വാതില് തട്ട് കേട്ടപ്പോ മുതൽ ഞാൻ വിളിക്കുന്നതാ. കുറച്ച് കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യമാ, കാണാതെ ഞങ്ങൾ പോവില്ലെന്ന് പറ. അത് വിളിച്ച ബഹളം ഉണ്ടാക്കും. വലിയ ദേഷ്യക്കാരനാ. ഞാൻ അതിലും വലിയ ദേഷ്യക്കാരനാ. പുറത്തേക്ക് വന്നില്ലെങ്കിലേ ഞാൻ കട്ടിലടക്കം എടുത്ത് പുറത്തേക്ക് ഇടും. ചെന്ന് പറ, പലിശക്കാശ് വിരിക്കാൻ ശിവൻ വന്നിട്ടുണ്ടെന്ന്. ആ പേര് പറഞ്ഞ സാറിന് നല്ല വൃത്തിയായിട്ട് അറിയാം. ഈ സ്ത്രീയെ അയാളെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പാവം, ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കൊണ്ട് നടക്കുന്ന ലക്ഷണങ്ങളുണ്ട്. അല്ല, നിനക്ക് മുഖലക്ഷണമൊക്കെ അറിയാവോ? പഠിച്ചിട്ടൊന്നുമില്ല. ഇത് മുഖത്ത് കണ്ട ലക്ഷണങ്ങൾ വെച്ചൊന്ന് കാച്ചിതാ. എന്നാ പിന്നെ സോമശേഖരന്റെ ലക്ഷണം പറ. കാശ് കിട്ടുവോ ഇല്ലയോ? അത് ഞാനിപ്പ പറയാം. എന്റെ കാശ് തന്നില്ലെങ്കിൽ ഇവിടെ ഇട്ട് തന്നെ ഞാനിപ്പോ ചവിട്ടി കൂട്ടും. തനിക്കിങ്ങനെ മുഖത്തടിച്ച ശീലമല്ലേ ഉള്ളൂ, അതും തിരിച്ചടിക്കില്ലെന്ന് ഉറപ്പുള്ളവരെ. ഇനിയും താൻ എന്റെ കാശ് തന്നില്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ ഇട്ട്. അയ്യോ, ദയവ് ചെയ്ത് ഇനി ഉപദ്രവിക്കരുത്. അതിനു പകരം ഞാൻ എന്റെ ഈ താലിമാല തരാം. ഇത് വിറ്റോ പണയം വെച്ചോ നിങ്ങളുടെ പൈസ എടുത്തോ. ഇതല്ലാതെ മറ്റൊരു മാർഗം ഞാൻ കാണുന്നില്ല. കേട്ടോടോ പറഞ്ഞത്? തന്റെ തല്ലുകൊണ്ട് കിടക്കുകയാണെങ്കിലും ഇവര് തന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും തനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോടോ? താനൊരു മനുഷ്യനാണോടോ? ആ കാശിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. താൻ ഇനി ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ അറിഞ്ഞ അവരുടെ സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് തന്നെ ഞാൻ പൂശും. കയ്യും കാലും പൊക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ പൂശും. പറഞ്ഞില്ലെന്ന് വേണ്ട. പെങ്ങളെ, നിങ്ങൾ ഈ മാല കഴുത്തിൽ തന്നെ ഇട്ടോ. കാശ് ഇയാള് വാങ്ങിച്ചാണെങ്കിൽ ഇയാളിൽ നിന്ന് തന്നെ ഞങ്ങളത് വാങ്ങിച്ചോളാം. നിങ്ങൾ യാതൊന്നും കൊണ്ടും പേടിക്കണ്ട. നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. കാശ് ഇയാള് കടം വാങ്ങിച്ചാണെങ്കിൽ ഇയാളുടെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കാനും എനിക്കറിയാം. ഒരേ ഒരാഴ്ച കൂടി നിനക്ക് ഞാൻ സമയം തരും. അതിനുള്ളില് മുഴുവൻ പണവും തന്നിരിക്കണം. അല്ലെങ്കിൽ ഒരു വരവ് കൂടി ശിവന് വരേണ്ടി വരും. പിന്നെ അന്ന് തന്റെ ഈ തടി പൊതുദർശനത്തിന് വെക്കുന്നത് ഇവിടെ വെക്കണോ അതോ തന്റെ പോലീസ് സ്റ്റേഷന് വെക്കണോന്ന് അന്ന് ഞാൻ തീരുമാനിക്കും. മേടിച്ചാ കൊടുക്കാത്ത കള്ള പോലീസെ. പോടാ. എന്ത് നോക്കിയിരിക്കുക കമല? നമുക്ക് പോവാം. എടാ പോവാന്ന്. പോകാം കുഞ്ഞാടേ, പോവാം. പോ. അല്ല അച്ഛന് ഒരു സംശയം. ഈ പോലീസുകാരെ തല്ലുന്നത് വിഷ്ണുവാശന്റെ ഒരു ഹോബിയായിരുന്നു. മിക്കവാറും പോലീസുകാരെ തല്ലുമ്പോ വിഷ്ണുവാശൻ ഈ ഡയലോഗ് പറയാറുണ്ട്. അതാ ഞാനും ആലോചിക്കുന്നത്. ആ ഡയലോഗ് ഞാൻ എന്തിനാ പറഞ്ഞെന്ന്. ചുമ്മാ കിടക്കട്ടെ, ഫ്രീ ആയിട്ടൊരു ഗമ കിട്ടുമല്ലോ. പ്രകാശേ, നീ എന്താ ഇവിടെ? ഈശ്വര, അച്ഛനെങ്ങാനും അറിഞ്ഞ. എന്നാലും അറിയേണ്ടതല്ലേ. ഇനി ഒരു ഒളിച്ചിലയുടെ ആവശ്യമില്ല. ഞാൻ എല്ലാം പറയേണ്ടവരോട് പറയാൻ തന്നെയാ വന്നത്. അതായത് നിന്നെ പെണ്ണ് ചോദിക്കാൻ. ആരാ മോളെ അത്?
ഇതാരാ മോളെ? അമ്മേ, അത് പിന്നെ ആ നിർമ്മലേ, ഞാൻ ഇന്ന് ആരേത്? അത് പിന്നെ എന്താടോ? എന്റെ പേര് പ്രകാശ്. ഞാനൊരു ഡോക്ടറാ. ഇവിടെ അടുത്തുള്ള ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ശരി, എന്താ ഇപ്പൊ ഇവിടെ? ഞാനൊരു ആലോചനയായിട്ട് വന്നതാ. എന്താ ആലോചന? പറഞ്ഞോ, എന്താ ആലോചന? എനിക്ക് സാറിന്റെ മകളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടോ? ഇവളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അതറിഞ്ഞിട്ടാ ഞാൻ വന്നത്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. എടി നിർമ്മലേ, നിനക്ക് മനസ്സിലായോ? നമ്മൾ അവളുടെ കല്യാണം ഉറപ്പിച്ചതിന് അവൾ അവളുടെ ഇഷ്ടക്കാരനെ വിളിച്ചു വരുത്തിയിരിക്കുക, പെണ്ണ് ചോദിക്കാൻ. ശരി, അകത്തോട്ടിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടത് പുറത്തു വെച്ചല്ലോ. വാ.